ശ്രീ അപ്പു ജോൺ ജോസഫ്. സാർ, അങ്ങിവിടെ സൂചിപ്പിച്ച ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഫ്ലൈയിങ് ക്ലബ്ബുകളും സിമുലേഷൻ ട്രെയിനിങ്ങുമുള്ള ആ ഒരു ഐഡിയ സ്വാഗതം ചെയ്യുന്നു. വളരെയേറെ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. CAE, സീമ എയ്റോ എന്നീ 2 കമ്പനികളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ. അവർ ഇന്ത്യയിൽ ഏതാണ്ട് $100 മില്യൺ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള വാർത്ത കണ്ടിരുന്നു. ഇവരുമായി നമ്മൾ ബന്ധപ്പെടുന്നതായിരിക്കുമോ? എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുമോ? സർ, ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അത് പരിശോധിച്ച് അവരുടെ ക്രെഡിബിലിറ്റി, അവരുടെ വിശ്വാസ്യത, അവരുടെ പശ്ചാത്തലം, പിന്നെ അതിൻ്റെ ഉള്ള നടപടിക്രമങ്ങൾ, അതിൻ്റെ ഇക്കണോമിക് മോഡലുകൾ, ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലും സർക്കാരിൻ്റെ ഒരു കൈയുണ്ടാവും. അതെല്ലാം കൂടി പരിശോധിച്ച് ഉള്ള ഏറ്റവും പ്രമുഖമായ കമ്പനികളെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നവരെ അതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കി തീർച്ചയായിട്ടും ഈ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കമ്പനികൾ വന്നിട്ടുണ്ട്. ചാങ്ങി എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയം വന്നിട്ടുണ്ട്. ചാങ്ങി എയർപോർട്ടിലുള്ളൊരു സംഭവമാണ് ഗ്ലോബൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ. നമ്മൾ ബജറ്റിൽ അതിന് സമാനമായ ഒരു ഗ്ലോബൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ കൊച്ചി എയർപോർട്ടിനോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ചാങ്ങി എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻസ്, ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് നടത്തിയാൽ വിസ വേണ്ട. കാരണം അത് എയർപോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർപോർട്ടിൽ വന്നിറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കൺവെൻഷൻ സെൻറ്ററിലെ കോൺഫറൻസിൽ പങ്കെടുത്തിട്ട് അവർക്ക് തിരിച്ചു പോവാം. പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ വിസ വേണം. അങ്ങനെയുള്ള പല ഫെസിലിറ്റീസും ലോകരാജ്യങ്ങളിൽ, ലോകത്തിലെ വിമാനത്താവളങ്ങളും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പലവിധ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത മത്സരത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ സാധ്യതകളെയും നമ്മുടെ അഡ്വാൻറ്റേജസിനെയും പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന് ഗുണകരമായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ പ്രോത്സാഹിപ്പിക്കും.